സംസ്ഥാനത്തെ തങ്ങളുടെ ആദ്യ മേയറെ എന്ന് ബി.ജെ.പി. പ്രഖ്യാപിച്ചപ്പോൾ തിരിച്ചടി നേരിട്ടത് സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറിനാണ്. അവസാന മണിക്കൂർ വരെ ആർ ശ്രീലേഖയെ മേയർ സ്ഥാനാർത്ഥിയാക്കാൻ രാജീവ് ശ്രമിച്ചെങ്കിലും ആർ.എസ്.എസും ബി.ജെ.പിയിലെ ഒരു വിഭാഗം നേതാക്കളും ഒറ്റച്ചേരിയായി നിലകൊണ്ടു. ഒടുവിൽ മേയർ സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്താൻ പോലും സംസ്ഥാന അധ്യക്ഷൻ തയ്യാറായി. ഒരു തികഞ്ഞ പ്രൊഫഷണൽ, ജനകീയ മുഖം, കേന്ദ്ര സർക്കാർ നയത്തിന് അനുകൂലമായി നാരീശക്തി പ്രകടിപ്പിക്കാൻ കിട്ടുന്ന അവസരം. നിരവധി വാദങ്ങളാണ് ആർ ശ്രീലേഖയ്ക്ക് കാര്യങ്ങൾ അനുകൂലമാക്കാൻ ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ഉയർത്തിയത്. ഇതിനായി തുടക്കം മുതൽക്ക് വി രാജേഷിന്റെ പേര് വെട്ടാനുള്ള ശ്രമങ്ങളും നടന്നു. ജില്ലാ നേതൃത്വവും സംസ്ഥാന നേതൃത്വത്തിലെ ഔദ്യോഗിക വിഭാഗവും രാജീവിനൊപ്പം നിലകൊണ്ടു. ബി.ജെ.പി. ദേശീയ നേതൃത്വത്തെയും രാജീവ് സ്ഥിതിഗതികൾ ബോധിപ്പിച്ചു. എന്നാൽ ഇന്നലെ വന്ന ആർ ശ്രീലേഖയെ മേയറാക്കാൻ കഴിയില്ലെന്ന കണിശമായ നിലപാടിൽ നിന്ന് ആർ.എസ്.എസ്. പിന്നോട്ടു പോകാൻ തയ്യാറായില്ല. ആദ്യം ആർ.എസ്.എസ്. സംസ്ഥാന നേതൃത്വം ദേശീയ നേതൃത്വത്തെ വിശ്വാസത്തിലെടുത്തു. തുടർന്ന് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടി നേരിടുമെന്ന് ബി.ജെ.പി. ദേശീയ നേതൃത്വത്തിനും മുന്നറിയിപ്പ് നൽകി. ഒപ്പം ബി.ജെ.പിയുടെ ചില മുതിർന്ന നേതാക്കളും നദ്ദയുമായി ബന്ധപ്പെട്ടു. ഇതോടെ ജെ.പി. നദ്ദ നേരിട്ട് രാജീവിനെ വിളിപ്പിച്ച കാര്യങ്ങൾ അവതരിപ്പിച്ചു. ഒടുവിൽ രാജീവ് അതൃപ്തി പ്രകടിപ്പിച്ചത് പ്രഖ്യാപനം നടത്താതെ. താൻ ദില്ലിയിൽ നിന്ന് വരും വരെ കാത്തിരിക്കേണ്ടെന്നും പ്രഖ്യാപനം നടത്തണമെന്നും സംസ്ഥാന ജനറൽ സെക്രട്ടറി എസ് സുരേഷിന് നിർദ്ദേശം. ചരിത്രത്തിലാദ്യമായി സംസ്ഥാനത്ത് ഒരു കോർപ്പറേഷൻ പിടിക്കാൻ കഴിഞ്ഞതിന്റെ നേട്ടമുണ്ടെങ്കിലും കിണഞ്ഞു പരിശ്രമിച്ചിട്ടും താൻ ഉയർത്തിയ പേര് തള്ളിപ്പോയതിന്റെ തിരിച്ചടി നൽകിയ ആഘാതത്തിലാണ് രാജീവ് ചന്ദ്രശേഖർ. റിപ്പോർട്ടർ, തിരുവനന്തപുരം.